നോക്ക് ദീപേട്ടാ, ഇവിടുന്ന് നോക്കിയാലും കടല് കാണാം. കടലല്ല, കായല. പ്രിയ, അതൊന്നും എടുക്കരുത്. എടുത്താൽ എന്താ? പറയുന്ന അനുസരിക്കൂ. പ്രിയ അത് നിലത്തിട്ട് പൊട്ടിക്കും. പൊട്ടിച്ചോട്ടെ, കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ അത് വരുന്നവർക്ക് പൊട്ടിക്കാൻ വേണ്ടി വെച്ചതാ. കുടിക്കേ. ഇതാണോ ഇവിടുത്തെ കിച്ചൺ? കിച്ചണിലെ കാപ്പി ഉണ്ടാക്കാൻ പറ്റുമെന്നാണോ? അതിരിക്കട്ടെ, ഞാൻ ആരാണെന്ന് പ്രിയ ഇതുവരെ ചോദിച്ചില്ലല്ലോ. ആരാ? ഞാനാണ് ഈ റിസോർട്ടിന്റെ ഉടമസ്ഥൻ. പക്ഷേ ഞാനൊരു ഡോക്ടറും കൂടിയാ. ഡോക്ടർ? അതെ, ഡോക്ടറാണെങ്കിലും ഞാനിപ്പോ അങ്ങനെ ആരെയും ചികിത്സിക്കാറില്ല. ഇതുപോലെ ഇവിടെ വരുന്നവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ജീവിക്കുന്നു. പ്രിയക്ക് ബിസ്ക്കറ്റ് വേണം. മോഹൻലാലും മമ്മൂട്ടിയും ഇപ്പൊ ഫോൺ ചെയ്ത് വെച്ചതേ ഉള്ളൂ. രണ്ടുപേരുടെയും പടം ആകർഷിച്ച് തുടങ്ങണമെന്ന്. നടക്കില്ല എന്ന് ഞാൻ വിട്ടു തുറന്നു പറഞ്ഞു. സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് അല്ല എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം എന്റെ ഡേറ്റ് ആണ്. എല്ലാവരുടെയും പടം ഞാൻ തന്നെ ഡയറക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറെ ഡയറക്ടർമാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? പറയൂ മിസ്റ്റർ. കുറെ നേരം ഉപ്പന്റെ പോലെ നോക്കിക്കണേ. പറയൂ. വരി വരിയായി എന്റെ 5 പടം സൂപ്പർ ഹിറ്റായി. എങ്ങനെ ഹിറ്റായി? ആരെങ്കിലും അത് അന്വേഷിച്ചോടോ? ഇല്ല. എന്നാ ഞാൻ പറയാം. ഏതവൻ എഴുതിയ തിരക്കഥയായാലും ഞാൻ തിരുത്തും. MT അല്ല, T ദാമോദരനല്ല, ലോഹിദാസ് അല്ല, ആരെഴുതിയാലും ഞാൻ തിരുത്തും. ഈ പറഞ്ഞവരാരെങ്കിലും തങ്കപ്പന്റെ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ടോ? എഴുതാൻ അവർക്ക് ധൈര്യമില്ല. ഞാൻ തിരുത്തും അവർക്കറിയാലോ. ദീപേട്ടാ, എനിക്ക് പേടിയാവുന്നു. ഇയാൾക്ക് ഭ്രാന്താന്നാ തോന്നുന്നേ. ഭ്രാന്ത് നിന്റെ വല്യപ്പനാടി. ചവിട്ടി മിണ്ടരുത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഷാരൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ. മമ്മൂട്ടിയുടെ പേര് ഞാൻ പറഞ്ഞോ? മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, രജനീകാന്ത്, കമലഹാസൻ. പിന്നെ കാര്യാക്കണ്ട. ഇവിടെ താമസിക്കുന്ന ഒരു രസികനാ. ചിങ്ങവനത്തുള്ളതാ തങ്കപ്പൻ. സിനിമാ സംവിധായകൻ ശങ്കർ ബാനു എന്ന് കേട്ടിട്ടുണ്ടോ? തങ്കപ്പൻ പേര് മാറ്റി ശങ്കർ ബാനു ആയതാ. സാധാരണ പടം പൊളിഞ്ഞാലാണല്ലോ ആളുകൾക്ക് പ്രശ്നം വരിക. ഇത് നേരെ മറിച്ചാ. 3-4 പടം ഓടിയത് പ്രശ്നമായി. തങ്കപ്പൻ ഏതോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറായിരുന്നു. അവിടെ കുറച്ചു ദിവസം ഒരു സിനിമ ഷൂട്ട് ചെയ്തു. അത് കണ്ടു നിന്ന് ഡയറക്ഷൻ പഠിച്ചു. പിന്നെ ഏതോ ഒരാളെ വളച്ച് പ്രൊഡ്യൂസറാക്കി. അപ്രതീക്ഷിതമായതും അർഹതയില്ലാത്തതുമായ വിജയം ചില ആളുകളുടെ സമനില തെറ്റിക്കും. അപ്പൊ ഭ്രാന്ത് തന്നെയല്ലേ? ഭ്രാന്തന്മാർക്ക് ഇവിടെ എന്താ കാര്യം? ആ മായ, നമ്മുടെ പുതിയ ഗസ്റ്റിനെ മുറിയിലെത്തിക്കണമല്ലോ. ഓക്കെ. കുട്ടിയും ഹണിമൂൺ വന്നതാണോ? ഞാനിവിടെ ജോലി ചെയ്യുന്ന ആളല്ലേ പ്രിയ. എന്ത് ജോലിയാ? പ്രിയക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ സാധിപ്പിച്ചു തരലാണ് എന്റെ ജോലി. എനിക്കൊരു പുള്ളിപ്പുള്ളിയെ വേണം. അതിപ്പോ കുറെ ദൂരെ പോയി കൊണ്ടുവരണം. 2 ദിവസത്തിനകം എത്തിക്കാം. പോരെ? പുള്ളിപ്പുള്ളി ഏതൊക്കെ കളറിലുണ്ട്? പ്രിയക്ക് ഏത് കളറാ വേണ്ടേ? നീല. ശരിയാക്കാം. പ്രിയ, നമുക്ക് അങ്ങോട്ടാ പോണ്ടത്. ദീപേട്ടാ, അയാൾക്ക് ഭ്രാന്താ? അയാൾക്ക് ഭ്രാന്തൊന്നുമില്ല. അയാളുടെ കൈക്ക് വേദനയുള്ളതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നതാ. കേട്ടില്ലേ? വാ. ഹലോ മിസ്റ്റർ ദീപക്. ഇന്ന് രാവിലെ എത്തിയല്ലേ? അതെ. എന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ ഡോക്ടറുടെ ഒരു ഫ്രണ്ടാണ്, ജെയിംസ് കണ്ടത്തിൽ എന്ന് പറയും. ഭാര്യക്ക് അങ്ങനെയുണ്ട്? കൂടുതലാണോ? ഡോക്ടർ ഒന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല. പിന്നെന്തൊക്കെയുണ്ട്? മാർബിൾ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഡോക്ടറും ഞാനും തമ്മിൽ ഡിസ്കസ് ചെയ്യാത്ത വിഷയങ്ങളില്ല. മാർബിൾ ബിസിനസ്സിൽ ഇപ്പൊ ടഫ് കോമ്പറ്റീഷൻ ആണല്ലേ? കൂണ് മുളയ്ക്കുന്നത് പോലെയല്ലേ ഓരോ ദിവസവും മാർബിൾ കടകൾ പൊങ്ങി വരുന്നത്. എന്നിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്നതോ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ആർക്കും വേണ്ടാത്ത 5-ാം കിട സ്റ്റഫ്. ഞങ്ങൾ അങ്ങനെയുള്ളൊരു... ദീപക് അങ്ങനെയല്ലെന്ന് അറിയാം. അങ്ങനെ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പാടാ. രാജസ്ഥാനിൽ പോയി ഒരു ക്വാറി പാട്ടത്തിനെടുത്തൂടെ? അടിച്ചാൽ ജാക്ക് പോട്ടാ. അതിനൊക്കെ കോടികൾ വേണം. കോടികൾ ഉണ്ടാക്കണം ദീപക്. മാർക്കറ്റിൽ മത്സരിക്കണം, പരസ്യം ചെയ്യണം. ഒന്ന് ചോദിക്കട്ടെ? അതെ, പരിചയപ്പെട്ട ഉടനെ ഞാൻ ബിസിനസ് സംസാരിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഞാൻ 4-ാഞ്ചിറ ഫുട്ബോൾ കോർട്ടിനടുത്ത് ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് പണിയുന്നുണ്ട്. 20,000 സ്ക്വയർ ഫീറ്റ്. അവിടെ മാർബിൾ ഇട്ടാലോ എന്ന് ആലോചിക്കുക. ഐ നീഡ് ഗുഡ് സ്റ്റഫ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കൊട്ടേഷൻ തരാൻ പറ്റുമോ? അല്ല, അതിപ്പോ ഞാൻ ഇവിടുന്ന്... ടേക്ക് യുവർ ഓൺ ടൈം മിസ്റ്റർ ദീപക്. ഒരു 1 വീക്കിനകത്ത് മതി. നോക്കാം. എനിക്ക് ഡോക്ടർ ഒന്ന് കാണണമായിരുന്നു. ഓക്കെ, കണ്ടോളൂ. കൊട്ടേഷൻ 1 വീക്കിനകത്ത് തന്നെ വേണം. അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. ജെയിംസ്,
ഓ അവൻ പണി പറ്റിച്ചു അല്ലേ? ഐ എം സോറി. മുറിഞ്ഞു? ഇല്ലെന്ന് തോന്നുന്നു. പുതിയ ആളുകളെ കണ്ടാൽ അവൻ ഇതാ കുഴപ്പം. ഞാനിവിടെ രോഗികളെ ഒന്നും മുറിക്കകത്ത് പൂട്ടിയിടാറില്ല. ഐ എം വെരി സോറി. ഓ ഇറ്റ്സ് ഓൾ റൈറ്റ് ഡോക്ടർ. അയാളെ കണ്ടപ്പോൾ ഒരു രോഗിയാണെന്ന് തോന്നിയില്ല. വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിച്ചതും. അതൊക്കെ സംസാരിക്കും. ആകാശത്തിന് കീഴിൽ ഏത് വിഷയത്തെക്കുറിച്ചും അവൻ സംസാരിക്കും. വാ. ദീപുവിന്റെ ഫ്രൂട്ട്സ് വേണ്ടേ? ദാ, വേണ്ട, കഴിച്ചോളൂ. ഡോക്ടർക്ക്? വേണ്ട, ഇത് മുഴുവൻ പ്രിയ തന്നെ തീർക്കണം. ഓ എന്റെ വയറ് പൊട്ടു. പ്രിയക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഉം, ഇല്ല. അതെന്ത്? ഹണിമൂൺ ആണെന്ന് പറഞ്ഞിട്ട് അതെവിടെ? ഓ അതാണോ കാര്യം? എന്നാ ഞാൻ പറയാം. ദേ ഇതൊക്കെ തന്നെയാണ് ഈ ഹണിമൂൺ. ഏതൊക്കെ? ഭംഗിയുള്ള ഈ സ്ഥലത്ത് വന്ന് താമസിക്കുക, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുക, കാറ്റൊക്കെ കൊണ്ട് കായൽ ഇങ്ങനെ ബോട്ടിൽ സഞ്ചരിക്കുക, ഇതൊന്നും പ്രിയക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഇല്ല. അപ്പൊ പ്രിയയുടെ ഇഷ്ടങ്ങൾ പറ, കേക്കട്ടെ. അത് പറഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെടാനല്ലേ? ആരും ദേഷ്യപ്പെടില്ല, പറഞ്ഞോളൂ. എനിക്ക് പേടിയാ. ഇതിനു മുമ്പ് പ്രിയയെ ആരെങ്കിലും അങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ടോ? ഡിഗ്രി എക്സാം എഴുതുമ്പോ എന്താ സംഭവിച്ചത്? ഇങ്ക് ബോട്ടിൽ താഴെ വീണ് പൊട്ടി. അത്രേ ഉള്ളൂ. ഉം. ആ, പ്രിയക്ക് സിനിമയൊക്കെ ഇഷ്ടമാണോ? ഓ സിനിമയിലെ ഏത് നടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇന്ദ്രൻസ്. ആണോ? ചില സൈഡിൽ കൂടി നോക്കുമ്പോ ദീപയുടെ ശരിക്കും ഇന്ദ്രൻസിനെ പോലെ ഇല്ലേ? അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര ഇഷ്ടം. ആ, ദീപേട്ടൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മറ്റാരോടെങ്കിലും ഇങ്ങനെ ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. എനിക്കൊരാളെ ഒത്തിരി ഒത്തിരി ഇഷ്ടായിരുന്നു. പ്രേമം? എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. എന്നിട്ട് നടന്നില്ല. പഠിത്തം കഴിഞ്ഞിട്ട് ഒളിച്ചോടാമെന്ന് അമ്മൻ പറഞ്ഞു. അയാളെ എങ്ങനെ പരിചയപ്പെട്ടു? തൊട്ടടുത്ത വീട്ടിലെയാ. പേര് പ്രേംചന്ദ്. ഇപ്പൊ അയാൾ എവിടെയുണ്ട്? നാട്ടിൽ തന്നെ ഉണ്ട്. എന്ത് ചെയ്യുന്നു? പഠിച്ചോണ്ടിരിക്കുക. ഇപ്പൊ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ലേക്ക് കടന്നു. ഓ ഓ മൈ ഗോഡ്. ഇവിടെ മുങ്ങിയ ആളെ രക്ഷിക്കാൻ നോക്ക, താൻ ഇങ്ങോട്ട് ഓടി വരുവാണോ വേണ്ടത്? അതിനുള്ള ഏർപ്പാട് ചെയ്തു ഡോക്ടർ. ഞാൻ വിവരം അറിയിക്കാൻ വന്നതാ. മഞ്ഞക്കുളം മുങ്ങിപ്പോയ ആളിന്റേതാ. അതുകൊണ്ട് ആ ഏരിയയിൽ അവനാ സാധ്യത. ഇവിടെ എത്ര ആഴം കാണും? 20 അടിയെങ്കിലും കാണും. ഞാനും കൂടി ചാടണം. ഞാൻ ചാടാം. What is this? ഇതോ അവിടെ പൊങ്ങി. ചാടോ.
ആ അത് പോയി. എവിടെ എന്റെ മഞ്ഞക്കൊട? കൂടെയൊന്നും എങ്ങും പോയിട്ടില്ല. തങ്കപ്പൻ എന്ത് പണിയായി കാണിച്ചത്? ഛേ, തങ്കപ്പനല്ല ഞാൻ, ശങ്കർ ബാനു, സൂപ്പർ ഹിറ്റ് ഡയറക്ടർ ശങ്കർ ബാനു. പെട്ടെന്ന് എനിക്ക് മദ്രാസിൽ നിന്നൊരു മെസ്സേജ് കിട്ടി. ഡയറക്ടർ ജോഷിയും മോഹൻലാലും ലൊക്കേഷൻ നോക്കാൻ വേണ്ടി കായലിൽ എത്തിയിട്ടുണ്ടെന്ന്. ഈ കായൽ എന്റെ ലൊക്കേഷനാ. ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേറെ ഒരുത്തിനും ഞാൻ സമ്മതിക്കില്ല. എന്നെ കണ്ടതും ജോഷിയും മോഹൻലാലും ഒറ്റ ഓട്ടം. ഞാൻ കായലിൽ ചാടി അവരെ പിന്തുടർന്നു. ഇതൊക്കെ പോട്ടെ, ഡയറക്ടർ പ്രിയദർശി ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. വാ, നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. വാ.